അവിടെ മതി. കുര്യച്ചൻ മുതലാളി നമസ്കാരം. ഇയാൾ എന്തുണ്ടാക്കാനോ മാനേജറാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്നാ പറ്റി? കുര്യച്ചൻ ഇരിക്ക്. ഇരുന്നുണ്ടോറങ്ങാനൊന്നും വന്നൊന്നുമല്ല. ആ ഗോവന്റെ ബോട്ട് എത്തിയ നേരം എന്തായി? അത് കുര്യച്ച, ഇയാൾ ഇനിയൊന്നും പറയണ്ട. നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങിട്ട് നാളെ കുറയായി. ഇനിയിപ്പോ നാളെ നോക്കണ്ട, ഇന്ന് ജപ്തി ചെയ്തിരിക്കണം. കാശടച്ച ആളിന്റെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്താ? ഇന്ന് രാവിലെ അവൻ കാശടച്ചു. ഗോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം. അത് കെട്ടുപോകരുതെന്നും പറഞ്ഞ് രമണിച്ചെടുത്തിയും ജലജച്ചെടുത്തിയും കൈ കിടന്ന വളയും മാലയും ഊരി തന്നൊരു പറച്ചില. വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടയ്ക്കാൻ. എടാ, ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. പൊന്നിനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ. നാളെ കാണാം. ജോക്കർ ജോസ് പാൻഡേ കയറിയോ? അപ്പൊ അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. അവനിപ്പോ ഇവിടുത്തെ 10 രൂപയുടെ കളിയൊന്നും പോരാന്ന്. 1000 രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് കാത്തു നിൽക്കുക. അവസാനം നിക്കറും കയറിയേ വരൂ. എന്താ അവന്റെ കെട്ടപ്പ്? നിന്റെ കാശ് പോക്കാ. വാടാ ഗോപ. ചന്ദ്രേട്ടാ, മാമച്ചൻ എന്തോ ഉറപ്പിച്ചിട്ടുള്ള പോക്ക. ഹലോ, എങ്ങോട്ടാ? നിന്നോട് പറയേണ്ട കാര്യമില്ല. വേണ്ട, പക്ഷെ വിസയുടെ ബാലൻസ് 10,000 രൂപ എനിക്ക് തിരിച്ചു തരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും. ഏത് 10,000? നീയും എന്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല, നിനക്കൊന്നും തരാനുമില്ല. അത് ശരി. അങ്ങോട്ട് 5 ജോക്കറോ? ആളെ പറ്റിക്കാനായിട്ട്. അത് 12,000 ഉണ്ട്, നിനക്ക് 10 അല്ലേ തരാനുള്ളൂ. അപ്പൊ നിനക്ക് കറക്റ്റ് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ? എടാ, എന്റെ 2,000. അത് പലിശ 5-6 മാസം ആയല്ലോ. ആൾക്കാരെ പറ്റിക്കാനായിട്ട് നീ ആരടാ? എഴുന്നേറ്റ് പോടാ. കായലിൽ നിന്ന് മീൻ പിടിക്കാൻ നിന്റെ പെർമിഷൻ വേണം. ഞാൻ ഇവിടെ മീൻ പിടിക്കുകയല്ലേ. ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന കാശ. അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി. ഇവനൊക്കെ വെട്ടിവെച്ച് കൊല്ലണം. എന്റെ ഫോണ്. ഹലോ, ആണോ? ശരി 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 ശരി. എടാ, നിന്റെ ഭാര്യയുടെ വിസ റെഡി. എറണാകുളം ട്രാവൽസ് എന്നാ വിളിച്ചത്. ജയശ്രീയുടെ വിസ റെഡിയെന്ന്. ഇനി കാശ് കൊടുക്കുക, പറക്കുക. ഗോപു, ചെക്കാൻ നറുക്കെടുപ്പ്. നിന്റെ ബെസ്റ്റ് ടൈമാ. വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്തോ, ചിലപ്പോ അടിച്ചാലോ. ഇനി മുന്നേ നിന്നെ ഞാൻ അടിക്കും. എന്നാ അമ്മേ? മോളെ എങ്ങ വന്നേടി. അമ്മ എന്നാ പറ്റിയെന്ന് പറ. മാമച്ചൻ വിളിച്ചായിരുന്നു. അമ്മയുടെ ചക്രയുടെ വിസ വന്നു. സത്യം. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ. വിമലേ, വിമലേ. എന്നാടി? എടി, ജയയുടെ വിസ വന്നു. അതെയോ? ഇന്ന്. ഇപ്പൊ മാമച്ചൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. കോൾ അടിച്ചല്ലോ. അപ്പൊ നീ വിചാരിച്ച പോലെ കാര്യങ്ങളുമായി. പതുക്കെ. ഞാനെങ്ങും പോകുന്നില്ല. പോണം. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ്. അത് നീ സഹായിച്ചു കൊടുക്കണം. എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഈ സാധാരണ ഭർത്താക്കന്മാർ ദുബായിക്ക് പോകുമ്പോൾ ഭാര്യമാരല്ലേ കാത്തിരിക്കുക. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ. താൻ ദുബായിക്ക് പോകുന്നു, ഞാനിവിടെ കാത്തിരിക്കുന്നു. അതെയോ?
വിസയും വന്നു, സ്ഥലം മേടിക്കാൻ ആളും വന്നു. രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു. ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന്. ഇത് ജേക്കബ് സാറ്, ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിമ്പേഴ്സിന്റെ ഓണറാ. നമസ്കാരം. ഞാൻ രേവമ്മ, സ്റ്റേജ് ആർട്ടിസ്റ്റാ. നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. സാറിന് 2-3 ഹൗസ് ബോട്ട് ഉണ്ട്. ഈ ബോട്ടിലെ പണിക്കാർക്ക് ഈവനിങ് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ സ്ഥലം എന്റെ കൈവശം ഉണ്ടെന്ന്. നല്ല കണ്ണായ സ്ഥലമല്ലേ, എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു എത്ര പേരാ ഇവിടെ വന്നത്. ഞാൻ കൊടുത്തില്ല സാറേ. പിന്നെ ഇത് മോളുടെ കാര്യമായപ്പോ ഇത് 10 സെന്റ് ഉണ്ടോ? ദേ ആധാരത്തിന്റെ കോപ്പിയുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം. ആധാരത്തിൽ 10 സെന്റേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അറ്റോ മൂലയൊക്കെ കുത്തി വളച്ച് 1/2 സെന്റും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പോയി മതി. പോയോ? വളവളാന്ന് പറഞ്ഞ കച്ചവടം പോകാറുണ്ട്. ഹലോ, എന്തായി? സംസാരിച്ചോണ്ടിരിക്കുക. അവള് വില പറഞ്ഞ? ആ, വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് 1 ലക്ഷം വെച്ച് വേണമെന്നാ. നീ ആയിട്ട് കുറപ്പിക്കാനും നിൽക്കണ്ട. രേവമ്മനെ മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ. വാങ്ങിക്കട വേണ്ടത് പിന്നെ തീരുമാനിക്കാം. ശരി. കൈനകരി രേവമ്മ, അവളെന്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചുണ്ടാമ്പ് വെച്ച് വിട്ടതാ. അവൾ ആ സ്ഥലം വിൽക്കത്തുമില്ല, അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തുമില്ല. പിന്നെ ഭാവി മരുമകൻ ചക്കാട്ടുതറ ഗോപൻ, ആ ചക്ക നാളെ വീഴും. അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണിയൊന്നും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കടന്ന കയ്യാ, പക്ഷെ വേറെ ചോയ്സ് ഇല്ലാണ്ടായിപ്പോയി. നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ. അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫിയും കൊണ്ട് മണിയാൻ വരുമെന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാര് ചേറ്റകള് ആരുടെ അവന്മാരൊക്കെ? എടാ, കുരിയച്ചന് മുമ്പ് കൈ നീട്ടത് എത്ര പേരുണ്ടോ അവിടെ? ബോട്ട് ക്ലബ്ബി വെച്ച് മണീനെ അനുകൂലിക്കുന്നൊരു കൈ പൊക്കൊന്ന് പറഞ്ഞവനും പൊക്കിയവനൊക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ ഇറന്നിട്ടുണ്ട്. അത് ശരിയാ. എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരയ്ക്ക് കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിൽ ഇറങ്ങില്ല. അതാ വള്ളപ്പുര തന്നെ ഇരിക്കും. ഒന്ന് മാറിക്കേ. എന്റെ ഈശോയെ, അയ്യോ, നടുപടിച്ചു വീണ വെള്ളം ഇനി മത്സരിക്കാൻ കൊള്ളത്തില്ല പ്രസിഡന്റ്. ഇത് മത്സരിക്കാതിരിക്കാൻ വേണ്ടി മുട്ട് തട്ടി കളഞ്ഞതാ. ഒരു സംശയമില്ല, കുര്യച്ചൻ തന്നെ. അവനിപ്പോ ഈ കരക്കാരൻ മുഴുവൻ ശത്രുവാ. അവനെ വെച്ചേക്കരുത് പ്രസിഡന്റ്. വാടാ, പേര് നോക്കടാ. സ്ഥലം വിട്ടു പ്രസിഡന്റ് വരുന്നടാ. എന്നതാ കാര്യം? സി ബ്ലോക്കിലെ ഗോപന്റെ ഹൗസ് ബോട്ടാരോ കത്തിച്ചിട്ടേക്കുവാ. എങ്ങനെ സഹിക്കൂടെ ഗോപ? കൊലച്ചത് ചെയ്തു കളഞ്ഞല്ലോ. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? കുരിയച്ച മുങ്ങി, ചക്കക്കൂട്ട് ഇറങ്ങുന്ന അവൻ അറിയാം. ഇനി ആലോചിച്ച് സമയം കളണ്ട മണിയാ. വാ സുഖു, വിജയ വാ. പോലീസിലൊരു പരാതി കൊടുത്താ അവര് വന്ന്. പരാതി കൊടുക്കാൻ നിങ്ങളുടെ ആരുടെ ഉപദേശത്തിന്റെ കാര്യമില്ല. 10-45 ദിവസം നിങ്ങളടക്കം 100 പേര് അധ്വാനിച്ചിട്ട് എന്തായി? കുരിയച്ചൻ ചുണ്ടൻ വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമില്ലല്ലോ. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ ഇത്രയും കാലം പട്ടിണിയില്ലാതെ ജീവിച്ചതേ കത്തിക്കെറിഞ്ഞിടക്കുന്ന ഈ ബോട്ട് കൊണ്ടാണെന്നുള്ള കാര്യം മറന്നുപോരുത്. ആർക്കും ഇവരോട് ദേഷ്യം തോന്നണ്ട. ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും തെമ്മാടിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ടാ. ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ? വേണ്ട, ഒന്നും വേണ്ട. അടാ